രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ഞാൻ ജോലിക്ക് വേണ്ട എൻ്റെ വരവും മട്ടും ഭാവമൊക്കെ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് ജോലിക്ക് തന്നെയാണോ പോണത് അത് പാർട്ടിക്കാണോ എന്നും. ഇന്ന് ജോലി പ്ലസ് പാർട്ടിയാണ് കേട്ടുള്ളത്. കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് മാനേജറായിരുന്ന അലീന റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അലീനേനെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ് കോഡ് ഇട്ടേക്കണം കേട്ടത്. എൻ്റെ കയ്യിൽ ഈ ഡ്രസ് കോഡിൽ ഈ ഒരു ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഇച്ചിരി ഓവറായോ എന്ന് സംശയമൊക്കെ തോന്നിയെങ്കിലും അതന്നെ എടുത്തിട്ടും നമ്മുടെ അമർ അക്ബർ അന്തോണി സിനിമയിൽ പിഷാരടി ഹോസ്പിറ്റലിൽ പോയില്ല അതേക്കെ പോലെ ഉണ്ടല്ലേ. എന്തായാലും കളർ കോഡ് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കും റെഡാണ് കോംബോ പറഞ്ഞിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആദ്യത്തെ പണി എന്താ വെച്ചാൽ സിയക്കുട്ടീനെ കൊണ്ടുപോയി കേക്കടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുക എന്നുള്ളതായിരുന്നു. അന്നാണെങ്കിൽ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഐശക്കുട്ടി കേക്കടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ സിയക്കുട്ടീനെ കേക്കടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കമാലിക്കയുടെ കടയിൽ പോയിട്ട് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ബലൂണും പാട്ടിപ്പോപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് അലീനേനെ ഒന്ന് ഞെട്ടിക്കണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം കേട്ടോ. ഡ്രസ് കോഡ് പിടിക്കുമെന്ന് എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അലീന വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണമെന്ന് ഡൗട്ട് അടിക്കുമെന്ന് വെച്ചാൽ പക്ഷെ അങ്ങനെ നടന്നില്ല കേട്ടോ. അവസാനം അടിപൊളിയായിരുന്നു. അങ്ങനെ ബസ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരു 1.5 മാസം മുന്നേ എടുത്ത വീഡിയോ ഉണ്ട്. അലീന റിസൈൻ ചെയ്തതും ജൂലൈ 31 പിന്നെ അത് ഇത്രയും വൈകിയെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് അലീനയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു സംഭവം ഉണ്ടായിട്ടോ. അലീനയുടെ അമ്മ കാലത്തിൽ അലീനയെ വിട്ട് പോയി. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത്. ഇപ്പോൾ അടുത്ത ആഴ്ച അലീനയുടെ കല്യാണമാണ്. അപ്പോൾ അലീനയുടെ കല്യാണത്തിന് മുന്നേ ഇടാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന പാടത്തെ ഞാനും ഫീനയും കൂടിയാണെങ്കിൽ തച്ചിനിരുന്നിട്ട് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി കേട്ടോ. കാണുന്ന പോലെയല്ല ബലൂണൊക്കെ എന്താ ഉറപ്പും. കുറേ നേരം കഴിഞ്ഞത്തേക്ക് ഫീനയുടെ വായൊക്കെയാണ് വേദന എടുക്കാൻ തുടങ്ങി കേട്ടോ. അവളാണ് ഓൾമോസ്റ്റും വീർപ്പിച്ചിട്ടതും. അപ്പം ഞങ്ങളുടെ യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ വലിയ സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ആകെ 3-4 മിഷനും ഉണ്ട്. ഞങ്ങൾ 4-5 പേരും ഉണ്ട്. അപ്പം അതും പിന്നെ കുറേ ചാക്കുകളാണ് ഉള്ളത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനി എങ്ങനത്തെയെന്ന്. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കമ്പനിയാണ്. അപ്പം നമ്മുടെ ഇത് തുടക്ക കാലഘട്ടമായി കാരണം തന്നെ ഈ ഒരു സ്പേസേ കിട്ടുള്ളൂ. പഴയ മുനിസിപ്പൽ ഓഫീസാണ് കച്ചേരിപ്പടിയിലും. അപ്പോൾ അവിടെ കിട്ടിയ ഒരു സ്പേസിൽ ഇതിട്ടിട്ട് തുടങ്ങിയേക്കുന്നതാണ്. ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് ഒക്കെ വേണമെങ്കിൽ പറയാം. തുടങ്ങിയിട്ടുള്ളൂ, ഡെവലപ്പ് ആയിട്ടില്ല. ഇനി ആക്കി എടുക്കണം കേട്ടോ. ഇവരാണ് ഇവിടുത്തെ മെയിൻ സ്റ്റാഫ്. ഇവർ ഇവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫാണ്. ചേച്ചിയും കുഞ്ഞുളേച്ചിയും. അവർ രണ്ടുപേരാണെങ്കിൽ തച്ചിരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ബലൂൺ വീർപ്പിക്കാൻ അലങ്കരിക്കാനൊക്കെ നടന്ന പണി നടക്കത്തില്ലല്ലോ. പിന്നെ അവരെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫ് ആയതാറ് അവർക്ക് ഉത്തരവാദിത്തം കൂടുതലുണ്ട്. ഞങ്ങളിവിടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. 5 മാസത്തെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് 3 ട്രെയിനീസിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ വന്നാണ് ഞാനും ഫീനും. ശ്വേത പിന്നെ ഒരു 3-4-5 വർഷമായിട്ട് നമ്മുടെ ഇവിടുത്തെ മേഡത്തിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. സെൻറ്റ് തെരേസാസിലെ ലെക്ചറായിരുന്ന നിർമ്മല മേഡത്തിൻ്റെ പ്രിയ ശിഷ്യാണ് കേട്ടോ ശ്വേത. അങ്ങനെ കൂടെ കൂടിയതാണ്. ഫീനയും സെൻറ്റ് തെരേസാസിൽ തന്നെ പഠിച്ചതാണ്. ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് വന്നേക്കണം കേട്ടോ. എനിക്കാണ് ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നാണ് ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്ന ആളാണ് കേട്ടോ ഞാനും. ഇവിടെ ഫീൽ ഇരുന്നിട്ടാണെങ്കിൽ ബലൂൺ വീർപ്പിച്ച് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. തച്ചിരുന്ന് വീർപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്വേതക്കുട്ടി വന്നിട്ടുണ്ടോ. ശ്വേതക്കുട്ടിയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കിയിരുന്നു. കാര്യം എന്താ വെച്ചാൽ അലീനയും സായനയും മേളിലെ ഓഫീസിലാണ്. സായനയെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും, നമ്മൾ എക്സിബിഷൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സായനയും അലീനയും ഓഫീസിലാണ്. അത് മേളിലാണ് കേട്ടോ, 2 നിലയുടെ മേളിലാണ്. അങ്ങനെ കാണത്തൊന്നുമില്ല. അപ്പോൾ ശ്വേതയാണ് ഓരോ സാധനങ്ങൾ ഓഫീസിൽ പോയി എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ചാക്കുകളും വേസ്റ്റ് തുണികളും, വേസ്റ്റ് തുണി എന്ന് പറയുമ്പോഴത്തേക്ക് കട്ടിങ് വേസ്റ്റ് തുണികൾ കേട്ടോ, അതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ടേബിൾ അലങ്കരിക്കാനുള്ളതും കർട്ടൻ വിരിക്കാനുള്ള തുണികളൊക്കെ മേളിൽ പോയി എടുത്തുകൊണ്ട് വന്നതാണ് ശ്വേതയും ഇടയ്ക്ക് ഞങ്ങളുടെ ഒപ്പം ബലൂണൊക്കെ വീർപ്പിക്കാൻ കൂടി കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഒരു സ്പേസിൽ കർട്ടനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചേക്കാണ്. ഏറ്റവും വലിയ വെല്ലുവിളി ആയതെന്ന് പറയുമ്പോൾ അവിടെ ഒരു ആണി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ആ ഷട്ടറിൻ്റെ സൈഡിൽ ചെറുതായിട്ട് 2 കമ്പി 2 സൈഡിലും നീണ്ടു നിൽക്കുന്നുണ്ട്. അവിടെ എങ്ങനെയെങ്കിലും ഹുക്കാക്കി എടുക്കണം. കാരണം അത് പ്ലെയിനായിട്ട് നിൽക്കുകയാണ്, നമ്മൾ കെട്ടിയാലും ഊരിപ്പോരും കേട്ടോ. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വരുന്നതും. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ തന്നെ ഇട്ട ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അത് കാരണം തന്നെ ഫീനയും ശ്വേതയും കൂടി കയറിയിട്ടാണെങ്കിൽ അത് ഇരുന്നിട്ട് സെറ്റാക്കിയാണ് കേട്ടോ. എനിക്ക് കിട്ടിയ പണിയായിരുന്നു കേട്ടോ. വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ആർക്കും തന്നെ ബലൂൺ കൂട്ടി കെട്ടി പൂവിൻ്റെ ഷേപ്പ് ആക്കാൻ അറിയാൻ പാടില്ല. എനിക്കും പറയാൻ പാടില്ല. എൻ്റെയൊക്കെ ഇവിടെ പരിപാടി ഉണ്ടാക്കാൻ മുന്നേ ബ്രൈറ്റ് ടു ബി പാർട്ടിയുടെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചില്ലേ, അതിലൊക്കെ ചെയ്തേക്കണത് എൻ്റെ അനിയത്തിമാരാണ്. അത് ഹസ്ബൻഡ് അനിയന്മാരുടെ ഭാര്യമാരാണ് അതൊക്കെ ചെയ്തേക്കണത്. എനിക്കറിയാൻ പാടില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ തട്ടിക്കൂടിതേ പൂവിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയും കൂടി വന്ന് കാരണം കർട്ടൻ കെട്ടാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ ഊരി പോരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതായിരുന്നു തന്നെ ചേച്ചി
ചേച്ചി ഞങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ കർട്ടനൊക്കെ കെട്ടി ഞങ്ങൾ ഇതേ ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ച് തുടങ്ങി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബലൂൺ അവിടെ ഇവിടെ ഒന്നും ഒട്ടുന്നുണ്ടായിരുന്നില്ല, എന്നാലും പറ്റുന്ന രീതിയിലെല്ലാം ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ടാണ് ഒട്ടിക്കണമെങ്കിലും ഉണ്ടല്ലോ, ടേപ്പിൻ്റെ അത്ര ബലം പോരായിരുന്നു, പറഞ്ഞു പോരായിരുന്നു കേട്ടോ. എന്നാലും ഏകദേശം ഒരു കണക്കിന് ഞങ്ങൾ അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ നമ്മുടെ കർട്ടനിൽ ചെയ്യുന്ന അൽക്കുലത്ത് പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രൈറ്റ് ടു ബിയുടെ ഒരു ബാനർ, അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായ സെയിം സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർക്ക് വേണ്ടി വാങ്ങിച്ച ആ ബ്രൈറ്റ് ടു ബിയുടെ സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇതേ അലങ്കരിക്കുകയാണ്. പിന്നെ ശ്വേത ഈ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കമ്പനിയിൽ തന്നെ അടിക്കുന്ന ലെറ്റേഴ്സാണ് കേട്ടോ. അത് കസ്റ്റമൈസൊക്കെ ചെയ്ത് ഇതേപോലെയൊക്കെ അടിച്ചൊക്കെ കൊടുക്കും, പേരൊക്കെ അടിച്ചൊക്കെ കൊടുക്കും. അപ്പോൾ മേളിൽ ഇതിന് വേണ്ടിയിട്ടുള്ള എംബ്രോയ്ഡറി മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ എംബ്രോയ്ഡറി മെഷീനിൽ സെറ്റ് ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്വേത മേളിലേക്ക് പോയത്. അലീനക്ക് സംശയമൊന്നും തോന്നാൻ പാടില്ല. ആ രീതിയിൽ ശ്വേത പറയണ്ടായിരുന്നു ഒരുപാട് കള്ളങ്ങൾ ഇന്ന് പറഞ്ഞു കൂട്ടിയെന്ന്, അത് ചെയ്യാനാണ് ഇത് ചെയ്യാനാണെന്നും പറഞ്ഞൊക്കെയാണ് ഓരോന്ന് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതേ നമ്മൾ ഫെയർവെൽ എന്നുള്ളതും അവിടെ സംഭവം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ബലൂണൊക്കെ താഴേക്ക് ഉരിപ്പോറിനൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ തസ്നിത്ത കേക്കായിട്ട് വന്നിട്ട്, തസ്നിത്തയാണ് ഞങ്ങളുടെ ക്വാളിറ്റി ചെക്കർ. ഞങ്ങൾക്ക് പെൻസിൽ പൗച്ചും കോസ്മെറ്റിക് പൗച്ചും സ്ലിം ബാഗ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതും തസ്നിത്ത തന്നെയാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് തസ്നിത്ത അപ്രൂവ് ചെയ്യണം കേട്ടോ. ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും പറഞ്ഞ് ഞങ്ങൾക്ക് തരുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ശ്വേതയും കൂടി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ പിരിവിട്ടിട്ട് ഫുഡ് വാങ്ങിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങളുടെ മേഡന്മാർ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. മേഡത്തിനുള്ളൊരു പപ്സ് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഉഷാമേടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ തസ്നിത്ത കേക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുകയാണ്. തസ്നിത്തയാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കിയേക്കുന്നത്. തസ്നിത്തയാണ് ഈ സകലകലാവല്ലഭയാണ് കേട്ടോ. തസ്നിത്തയുടെ കയ്യിലില്ലാത്ത പരിപാടികളൊന്നുമില്ല. ഈ കേക്ക് കണ്ടിട്ട് തസ്നിത്ത തന്നെ വിലയിരുത്തേണ്ട. തസ്നിത്തയുടെ കേക്ക് സൂപ്പറായിരുന്നല്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഉണ്ടല്ലോ തസ്നിത്ത ഇങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ, ഫോണ്ടൻ്റെയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. പിന്നെ പലതരം ഡിസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഞങ്ങളാണെങ്കിൽ ചെറിയൊരു ½ kg കേക്ക് മതി എന്ന് പറയുമ്പോൾ തസ്നിത്ത ചെറിയൊരു കേക്ക് എന്നുള്ള രീതിയിൽ 1 kg കേക്കായിട്ട് വന്നാണ്ട. ഇത്രയും വലിയ സെറ്റപ്പ് ആക്കുമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ പരിഭവം പറയണാണ്ട കണ്ടത്. ഇതറിഞ്ഞെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടുവരായിരുന്നല്ലോ, കപ്പ് കേക്ക്, പാടിപ്പോപ്പ്, അങ്ങനെ പലതൊക്കെ കൊണ്ടുവരായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളെ വഴക്ക് പറയാണ്ട. കേക്ക് നോക്കി നല്ല രസമുണ്ടല്ലേ കാണാനായിട്ടും, കഴിക്കാനും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. തസ്നിത്തനെ പറ്റി പറയാനാണെങ്കിൽ വാക്കുകളില്ല കേട്ടോ, അത്രയും കഴിവുകളുള്ള വ്യക്തിയാണ്. ഇതാ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ മേഡം, ഉഷ മേഡം. സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ മേഡന്മാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഡമാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയില്ലേ, ഒരു മേഡം എന്നുള്ളൊരു ജാടയോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആയിരിക്കും. എപ്പോൾ കണ്ടാലും നമ്മളെ വിഷ് ചെയ്തിട്ടൊക്കെയുണ്ട് സംസാരിക്കുള്ളൂ. ഭയങ്കര പഞ്ചപാവെന്ന് പറയില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഒരു മേഡമാണ് കേട്ടത്. അപ്പോൾ അതേ നമ്മുടെ കേക്ക് സെറ്റാക്കി ആ ഒരു കർട്ടനും മാവായിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ വെച്ചേക്കുന്നത്. അലങ്കോലൊന്നും ആയിട്ടില്ല വിചാരിക്കണം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന വന്നു. സൈന്യം കൂടെ ഉണ്ട് കേട്ടോ. അലീനെ കണ്ടപ്പോൾ തന്നെ വണ്ടറായിപ്പോയി. അലീന ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ വക പരിപാടി ഞങ്ങളിവിടെ ഒപ്പിക്കുന്ന കാര്യം കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ പരിപാടിയൊന്നും ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തിനു പറയണം, ഞങ്ങളെല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് വന്നേക്കിടുന്നു പോലും അലീനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ വിറ്റട്ടം. അതിൽ ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും റെഡും മെറൂണും അങ്ങനെ പല പല കോംബോ ആയിട്ടുണ്ടായിരുന്നു. റെഡും ബ്ലാക്കും ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചിലവരുടെ റെഡും വൈറ്റ് ആയിട്ടുണ്ട്, ചിലവരുടെ റെഡും ഗ്രീൻ ആയിട്ടുണ്ട്, ചിലവരുടെ റെഡും ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഞങ്ങൾ ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടും. അലീനതേ ബൊക്കയൊക്കെ പിടിച്ച് ബൊക്കയൊക്കെ ചളങ്ങിപ്പോയി. അനീത്തിയാണെങ്കിൽ കൊച്ചിന് വേണ്ടിയിട്ട് വൈറ്റ് ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ബസ്സിൽ കയറി വന്നത്തേക്കും ടിഷ്യൂ പേപ്പർ വെച്ചുണ്ടാക്കിയ ആ ഒരു ബൊക്കയാണെങ്കിൽ ചളക്കാ പിളുക്കാന്നായി പോയേട്ടോ. ചളക്കാ പിളുക്കാന്നായാൽ എന്താണ് ബൊക്കയല്ലേന്ന് പറഞ്ഞിട്ട് അലീന അതും സ്നേഹപൂർവ്വം സ്വീകരിച്ച് കയ്യിൽ പിടിച്ചേക്കേണ്ട പാവമുണ്ട് അലീന. അലീനേനെ പറ്റി പറയാനായിട്ടുണ്ട് വാക്കുകളില്ല, അത്രയും പാവമാണ്. അതാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു പാർട്ടി അലീന കൊടുക്കാനുള്ള കാരണം. ഞാൻ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം മാത്രമേ അലീന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ആ ഒരു 1.5 മാസം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന പെരുമാറ്റമായിരുന്നു കേട്ടോ അലീന അടുത്ത് നിന്ന് ഉണ്ടായിരുന്നതും. അങ്ങനെ റഫ് ആൻഡ് ടഫ് ഒന്നുമല്ല, ഭയങ്കര കൂളാണ്, പാവം ടൈപ്പാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ഇത്രയും മെനക്കെട്ട് ഇതിനു വേണ്ടി ഇറങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ഉഷാമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഉഷാമ്മയുടെ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് വേറെയും കുറേ മേഡന്മാരുണ്ട്, ഒരു 4-5
മേഡത്തിന് കൂടുതലുണ്ട്. ഞാൻ ആകെ 6 പേരും കണ്ടിട്ടുള്ളൂ. അതിലും കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ ഇവിടെ കേക്ക് കട്ട് ചെയ്യണ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഉഷ മേഡം പറഞ്ഞത് അങ്ങനെ സുമയ്യ മാത്രം പുറത്ത് പോയി നിൽക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ വേഗം തന്നെ ഫ്രണ്ട് ക്യാമൊക്കെ ഓണാക്കിയൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. കുഞ്ഞോളേച്ചിയാണെങ്കിൽ ഭയങ്കര ചിരിയാട്ടോ. കുഞ്ഞോളേച്ചി നേരത്തെ കണ്ടില്ല, കുഞ്ഞോളേച്ചി അവിടെ ഇരുന്ന് നല്ല വർക്കായിരുന്നു. ചേച്ചിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയേട്ടം. പിന്നെ അതേ ബാക്കിൽ തന്നെ പോയി നിൽക്കുന്ന കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ അവൾ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആർഭാടമൊന്നും ആക്കിയില്ലായിരുന്നു കേട്ടോ. കേക്ക് ഞങ്ങൾ 1/2 kg മതിയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തസ്നീത്ത് 1 kg ആയിട്ട് വന്നു കേട്ടോ. നമ്മളോർത്ത് വേസ്റ്റാക്കി കളയാൻ, നമ്മൾ ഇത്രയും പേര് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. എന്നാലും തസ്നീത്ത് 1 kg ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തസ്നീത്തൊക്കെ സങ്കടമായിരുന്നു, ഈ ഒരു കേക്ക് മാത്രമല്ലേ ഉള്ളൂല്ലോ, ഇത്രയും നല്ല പരിപാടിയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാൻഡ് ആക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടമായിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുത്ത തന്നെ ഓണം സെലിബ്രേഷൻ പറഞ്ഞിട്ടുണ്ട്, ഈ ആഴ്ച തന്നെ ഉണ്ടാവും കേട്ടോ. അതെങ്ങനെയാവും എന്നറിയത്തില്ല. ഞങ്ങൾ സദ്യയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും 1-2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ജോലിയൊക്കെ തീരും, പ്രൊജക്റ്റ് വർക്ക് തീരും. അപ്പോൾ അതിനുള്ളിൽ കിട്ടുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു കേട്ടോ. എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഒരിക്കലും ഓർത്തില്ല എനിക്കിതേപോലെ വർക്കിന് പോകാൻ പറ്റും, അവിടെ ഇങ്ങനത്തേക്ക് ഓരോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റുമെന്നൊക്കെ ഒരിക്കൽ പോലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായും. ലൈഫിൽ ഇതേപോലെ ആഘോഷങ്ങളില്ലാണ്ടല്ല, ആഘോഷങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തോടു കൂടി തീർന്നു പോയെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതേ ഇവിടെ കേക്ക് കട്ടിങ്ങും തീറ്റ മത്സരം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കേക്ക് തീറ്റ മത്സരം തകൃതിയായിട്ട് നടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മേഡം പോകാനറിയും. മേഡം അധികം മധുരമൊന്നും കഴിക്കത്തില്ല കേട്ടോ, പേരിന് മാത്രം മധുരം കഴിച്ചിട്ടാണ്. ഈ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കാതെ പോവുകയാണ്. മേഡം വെജിറ്റേറിയനും കൂടിയാണ്. ഞങ്ങൾ വാങ്ങിച്ചേക്കണ ചിക്കൻ ബിരിയാണിയാണ് സ്പോൺസർക്ക് കൊടുക്കാതെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുകയും ചെയ്തിട്ടോ. അപ്പോൾ അതേ ഞങ്ങളാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു കറണ്ട് പോയത്. കറണ്ട് പോയാലും കുഴപ്പമില്ല, ഉള്ള വെളിച്ചത്തിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം കൂടി നിരന്ന് നിൽക്കണം കേട്ടോ. ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് അടിക്കണേ മുന്നേ തന്നെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞതേ കാണിച്ചു കൂടി അഭ്യാസങ്ങളായിരുന്നു കേട്ടോ. ഇതും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തും. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി റെഡി ആയിക്കണം കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയോട് കൂടിയിട്ട് പോയ ആൾ അതിവേഗം തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല, കാരണം ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ്. അപ്പോൾ ഫുഡ് അടിക്കാൻ പോവുകയാണ് കേട്ടോ. അലീനാണെങ്കിൽ ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ. അലീന ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇവിടെ കിട്ടുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവിടെ ശ്വേതയാണെങ്കിൽ നല്ല പണിയിലാണ് കേട്ടോ. ശ്വേതക്ക് ആണെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ് 10 നടന്ന എക്സിബിഷന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വർക്ക് ശ്വേതക്കായിരുന്നു. അപ്പോൾ ശ്വേതയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു വർക്കാണല്ലോ, ആരും കാണിച്ചു തരാമെന്നില്ല. പിന്നെ ഞങ്ങളുടെ വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇത് ആരും കാണിച്ചു തരാം, നമ്മൾ തന്നെത്താനെ കണ്ടുപിടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശ്വേത തന്നെത്താനെ ഓരോന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇവിടെ കമ്മലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടിപൊളി കമ്മലായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിറ്റ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, കമ്മലുകൾ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടില്ലേ. ഈ വലിയ സൈസിനെക്കാട്ടും കൂടുതലും ഇതിൻ്റെ ചെറിയ സൈസ് ശ്വേത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു കൂടുതലും പോയിരുന്നതും. എക്സിബിഷന് അത്യാവശ്യം നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയതും ഇതിനൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് കുറച്ച് കൂട്ടുകാർ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിങ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഇത് ശ്വേത എവിടെയും കണ്ട് പോയിക്കെ വാങ്ങിച്ചതാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പലതരം വീഡിയോ ചെയ്യാനൊക്കെ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ആക്സസറീസ് ഇല്ല കേട്ടോ. നമ്മൾ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഐറ്റം ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം മാറ്റും നമ്മുടെ കോസ്മെറ്റിക് പൗച്ചൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടേക്കുന്നതും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച ശേഷം ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതേ നമ്മളാണെങ്കിൽ ഫുഡ് അടിക്കാൻ ഇരിക്കണം. എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള കസേര ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്വേതതേ നമ്മുടെ മേശയുടെ മേളിൽ കയറിയിരിക്കണം. അലീനക്ക് പകരം വന്നേക്കണാണ് സയന. അപ്പോൾ സയന വന്നപ്പോഴത്തേക്കും ഒരാൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റി ചെക്കറായിട്ടുള്ള തസ്നീത്താണെങ്കിൽ എപ്പോഴും വരാറില്ല, വന്നാൽ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാളൊക്കെ ആയിട്ട് മിക്കപ്പോഴും ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ 2 പേരായിട്ട് ഉണ്ടാവാറില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരാറില്ല. ഞങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ തന്നെ 3 പേര് മാത്രമേ ഫുഡ് കഴിക്കാൻ ഉണ്ടാവാറുള്ളൂ. കുഞ്ഞോളേച്ചിയും ജിജേച്ചിയും അലീന അല്ലെങ്കിൽ സയന.
അലീന പോയപ്പോൾ പിന്നെ സൈന ആയാലും അപ്പോൾ സൈനേനെ ഒന്ന് പണി കേൾക്കാൻ നേരത്തെ പഠിക്കാൻ വേണ്ടി നേരത്തെ കൊണ്ടുവന്നാണ് കേട്ടോ. അതാണ് സൈനയും കൂടി ഒന്ന്, അല്ലെങ്കിൽ സൈന ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്താ പറയുക ഗ്രാൻഡ് ആക്കാൻ പറ്റി കേട്ടോ. സംഭവങ്ങളെല്ലാം ഗ്രാൻഡ് ആക്കാൻ പറ്റി. അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സൈനയുടെ നേതൃത്വത്തിലാണ് ഈ റീലെടുപ്പിനുള്ള പ്രാക്ടീസ് അടയ്ക്കണം കേട്ടോ. സൈന നമ്മുടെ ഫീനേനെയും ഷേതേനെയും പഠിപ്പിച്ച് കൊടുക്കണം, എങ്ങനെയൊക്കെ കളിക്കേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു റീല് ഞാൻ അന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ റീല്? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മഴയൊക്കെ ഒന്ന് ഒതുങ്ങി ശാന്തമായിട്ടൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ച് പുറത്ത് അവിടെ ഒരു വാഗമരമുണ്ട്, അതിൻ്റെ ചോട്ടിൽ പോയിട്ട് റീലെടുക്കാമെന്നൊക്കെ ഓർത്തെങ്കിലും ഉണ്ടല്ലോ മഴ ചതിച്ചാശാനെന്ന് പറഞ്ഞ പോലെ മഴയാണെങ്കിൽ വേഗം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ള വെളിച്ചത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ വാഗമരം അതാണ് കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു. കാരണം അവിടെയാണെങ്കിൽ ഇപ്പോൾ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോയുള്ളായിരുന്നു, എന്തോ പണി നടക്കാൻ വേണ്ടി ക്ലീൻ ചെയ്ത് പോയുള്ളായിരുന്നു. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിടപ്പുണ്ടായി. പക്ഷെ എന്ത് ചെയ്യുക, ഭാഗ്യമില്ല, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ ശ്വേതക്കുട്ടിയും എല്ലാവരൊക്കെ കൂടി ചേർന്നിട്ടാണെങ്കിൽ അലീനയെ നടക്കി നിർത്തിയിട്ടാണെങ്കിൽ റീലെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ 4 മണിയായപ്പോഴത്തേക്കും ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ചു പോവുകയും ഇനിയൊരു സെലിബ്രേഷൻ എന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങളെല്ലാം കൂടി മടങ്ങിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ അലീനെ കൊടുത്ത ആ ഒരു സർപ്രൈസ് പാർട്ടി? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.